നിങ്ങൾ നല്ല സ്വീറ്റായിട്ടുള്ള ഇടിയപ്പം കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പെട്ടെന്ന് വരും നല്ല അടിപൊളി സ്വീറ്റായിട്ടുള്ള ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. വീട്ടിൽ ഏത്തപ്പഴം ഇരിപ്പുണ്ടെങ്കിൽ 2 എടുത്തോ കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഏത്തപ്പഴം വെച്ചിട്ട് നല്ല അടിപൊളി സ്വീറ്റായിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത്തിരി തേങ്ങാപ്പാലും കൂടെ ഉണ്ടെങ്കിൽ കുശാലായി. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അതിനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് സ്വീറ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 5-6 കഷ്ണം ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്കയുടെ തൊലി ഒന്ന് കളഞ്ഞതിന് ശേഷം അതിൻ്റെ കുരു മാത്രം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ. നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉണ്ടാക്കാം, ഈവനിങ് സ്നാക്കായിട്ടും ഉണ്ടാക്കാം. എങ്ങനെയായാലും ഇടിയപ്പമൊക്കെ കഴിക്കാനായിട്ട് മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ട് നമ്മളൊന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മുടെ ഏലക്കായും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ തേങ്ങ ചിരവിയതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാനിപ്പം പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും പഞ്ചസാരയും കൂടെ മിക്സ് ഞാൻ അതിലേക്ക് തേങ്ങ ചിരവിയതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഈ സമയം നമുക്കിതിലേക്ക് വേണ്ടത് 2 ഏത്തപ്പഴം ആട്ടോ, നേന്ത്രപ്പഴം എന്ന് പറയുവേ. ഇനി അതിലേക്ക് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ആ പഞ്ചസാര പൊടിച്ച മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാനിപ്പം ഏത്തപ്പഴം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുവാണേ. അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ തന്നെ നമുക്ക് ഈ പഴം നമ്മുടെ ആവശ്യത്തിന് നല്ല ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടും. ഏത്തപ്പഴം അല്ലേ അരിഞ്ഞ് കിട്ടണമല്ലോ എന്ന് ഓർത്താരും വെള്ളം കോരി ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ട് തന്നെ വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് ഏത്തപ്പഴം നന്നായിട്ട് അരച്ചെടുക്കാം. ഇവിടെ നമുക്ക് നല്ലതുപോലെ നമ്മുടെ പഴം ഇവിടെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ പഴം ഇവിടെ മാറിയിരിക്കട്ടെ. നമുക്കിനി ഒരു ബൗൾ എടുത്തതിന് ശേഷം 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഇനിയിപ്പം നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഇല്ലേ, അതാണെങ്കിലും മതി കേട്ടോ. അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ അരിപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഉപ്പും എല്ലാ ഭാഗത്തും എത്തത്തില്ല. അതുകൊണ്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഞാൻ പലരും ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്, വെള്ളം തിളപ്പിക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ തിളപ്പിക്കാതെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഇടിയപ്പം ഇച്ചിരി ഹാർഡായി പോകും. ഇങ്ങനെ വെള്ളം നമ്മൾ തിളപ്പിച്ചൂറ്റി സാധാ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ എല്ലാം തിളപ്പിച്ച് വെച്ചിരിക്കുന്ന എല്ലാ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് മാവിൻ്റെ അനുസരിച്ച് മാത്രം മതി വെള്ളം. ഒരുപാട് വെള്ളം നമ്മൾ ഇച്ചിരി ഇപ്പം 1 കപ്പിന് 1 കപ്പ് പൊടി എടുത്തെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എടുക്കുമല്ലോ. അങ്ങനെയല്ലേ നമ്മൾ അളന്നല്ലേ നമ്മൾ എടുക്കാറ്. പക്ഷേ അങ്ങനെ നോക്കി ഒഴിക്കാവുള്ളൂ. ഇപ്പം ഞാനിവിടെ ഇത്രയും മാത്രമേ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്തിന് നമുക്ക് എന്തായാലും നമ്മുടെ പഴത്തിൻ്റെ മിക്സും കൂടി ഇടുമ്പോഴത്തേക്കും നമ്മുടെ പൊടി ഭയങ്കര ലൂസായിട്ട് പോകും. നമുക്ക് ആ സമയത്തേക്ക് കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പം ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസി ആയെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മാവ് ലൂസായി പോകുന്ന അനുസരിച്ച് നമുക്ക് കുറച്ചും കൂടെ എനിക്കിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് പൊടിയും കൂടി ഇപ്പോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി പഴവും കൂടി ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും കുറച്ച് ലൂസായിപ്പോയി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ ആരും വിഷമിക്കേണ്ട. ഇതുപോലെ നമുക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താലും മതിയാവും. ഈ സമയം നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഈ സമയം കുറച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും. എൻ്റെ കയ്യിൽ ഇപ്പോൾ നെയ്യ് ഇല്ലാത്തതുകൊണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണെങ്കിൽ നമ്മുടെ മാവ് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടാനായിട്ട് സഹായിക്കും. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും നെയ്യ് ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ മാവ് നമുക്ക് നല്ല രീതിയിൽ നല്ല സോഫ്റ്റായി കിട്ടാനും കൂടിയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പത്തിന് വീശി വെക്കാനായിട്ട് ഇതുപോലൊരു തട്ടെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കണം കേട്ടോ. ഇനി നമ്മുടെ കൈ ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം കൈ നനച്ച് കൊടുക്കുകയോ വെളിച്ചെണ്ണ തടവോ എന്ത് ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു സേവനാഴിയിലേക്ക് നമുക്ക് കുറേശ്ശെ മാവ് എടുത്തതിന് ശേഷം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മാവ് ഇതിലേക്കൊന്ന് വീശി വെച്ച് കൊടുക്കാവേ. ഇനി ഈ തട്ടിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സും പഞ്ചസാരയുടെയും ഏലക്കയുടെയൊക്കെ മിക്സില്ലേ, അത് നമുക്ക് അടിഭാഗത്തേക്ക് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കണം. ഇടിയപ്പം വീശി വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ
ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ. ഈ ഏലക്കയുടെയൊക്കെ ഒരു ടേസ്റ്റ് കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ഈ സമയത്തേക്ക് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും തേങ്ങാപ്പാലും ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ സ്വീറ്റായിട്ടല്ലേ ഉണ്ടാക്കുന്നത്. നമ്മൾ തേങ്ങയിൽ മധുരം ഇട്ട് ചേർക്കുന്നത് കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് തേങ്ങയും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മാവ് ഒന്ന് വീശി ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ സമയം ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ സമയത്തേക്ക് വാഴയില എടുത്തിട്ട് വാഴയിലയിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം തേങ്ങ ചിരവിയതും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇടിയപ്പം ഇതുപോലെ തന്നെ വീശി കൊടുത്താലും നല്ല ടേസ്റ്റാണ്. വാഴയിലും കൂടെ പുഴുങ്ങിയെടുക്കുമ്പോഴത്തേക്കും അതിൽ ആ ഇലയുടെയും കൂടെ ഒരു ഫ്ലേവർ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പം ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ എനിക്ക് ബാക്കിയുള്ളതും കൂടെ ഞാനൊന്ന് ചെയ്തെടുക്കട്ടെ. അങ്ങനെ 1.5 കപ്പ് പൊടിയിൽ നമുക്ക് 8 ഇടിയപ്പത്തിൻ്റെ പീസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇഡലിത്തട്ട് വെള്ളം ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഓരോ തട്ടും എടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടപ്പ് കൊണ്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 to 10 മിനിറ്റ് മതി നമുക്കിതിൻ്റെ വേവ് സമയം. കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നമ്മളിതിലേക്ക് വെച്ചത്. ഇനിയിപ്പോൾ ഇടിയപ്പം വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൈയൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് തൊട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടിയപ്പം വെന്തോന്നാണെന്ന് മനസ്സിലാകുന്നത്. നമുക്ക് ഈ സമയം സ്റ്റൗ ഒന്ന് ഓഫായി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് തേങ്ങാപ്പാലിൻ്റെ കൂടെയോ ഇനിയിപ്പം കറിയൊന്നും ഇല്ല, കറി ഇത് സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കറി കൂട്ടേണ്ട ആവശ്യമില്ല. വെറുതെ കഴിക്കാനും നല്ല തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ പോലും വെറുതെ കഴിക്കാൻ നല്ലതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെയാണ് നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ. ഇതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള കൊച്ചു കൊച്ചു റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം.